ഹായ്, ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം. പിന്നെ വളരുന്ന മക്കൾക്കൊക്കെ നല്ലതാണ് ഇത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്, അതൊരു 2 കപ്പ്. പിന്നെ ബാക്കി ഈ സാധനങ്ങളൊക്കെ ഓരോ കപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. പിന്നെ ഒരു 20 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, അത് കുരു കളഞ്ഞിട്ട് അതെടുക്കണം. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള എള്ള്, പിന്നെ കടല, കപ്പലണ്ടി ഉണ്ടല്ലോ, കടല, പിന്നെ കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ വന്നിട്ട് പംകിൻ സീഡ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കുറച്ച് വറുത്തതിന് ശേഷം നമുക്കിങ്ങനെ മിക്സിയിലിട്ടിട്ട് നല്ല തൂള് പോലെ പൊടിക്കേണ്ട, ഒരിത്തിരി ഒരു ക്രഷ് ഇത് വേണം. എന്നിട്ട് ഇതൊക്കെ പൊടിച്ച് എല്ലാം ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു വലിയ പാത്രത്തിൽ വെച്ച് നമുക്ക് ചൂടാറാൻ വെക്കണം. എന്നിട്ട് എല്ലാം എടുത്ത് കുഴച്ച് മിക്സാക്കണം. എല്ലാം മിക്സായതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നെയ്യ് 1 സ്പൂൺ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഈത്തപ്പഴത്തിൻ്റെ ഡേറ്റ്സിൻ്റെ ഇതുണ്ട്, ഈർപ്പമുണ്ട്, അതുകൊണ്ടിട്ട് ചേർത്തിട്ടില്ല. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ കൈവച്ച് ചൂടോടെ തന്നെ നമുക്കിങ്ങനെ പിടിച്ച് വയ്ക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടി നമുക്ക് എത്ര ബോൾ വലിയത് വേണമെങ്കിൽ വലുതായിട്ട് ഉരുട്ടാം. ഇത് നേതാ ഇങ്ങനെ ഒരു മീഡിയം, നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ബോളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാം ഇതേപോലെ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് എല്ലാ ഉരുളകളും ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എയർ ടൈറ്റായിട്ടുള്ള ഒരു ജാറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്, ഓരോ ഉരുള എടുത്ത് കൊടുക്കാനായിട്ട്. ഈ ഹെൽത്തി ബോൾസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.